ഹായ് ഫ്രണ്ട്സ്, ഫിസാൻ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗാണ്. പൊക്ലായി കടപ്പുറത്തെ സുന്ദരമായ കാഴ്ചകളാണ് ഇതിൽ. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് മതിലകത്തേക്ക്. മതിലകത്ത് നിന്ന് ഒരു ഏകദേശം 4 കിലോമീറ്ററോളമുണ്ട് ഈ പൊക്ലായിലേക്ക്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണണം. പൊക്ലായി ബീച്ച് വളരെ മനോഹരമായൊരു ബീച്ചാണ്. അവിടെ പോയാൽ എല്ലാവർക്കും ഒരു പ്രത്യേക അനുഭൂതി തന്നെ ഉണ്ടാവും. അവിടെ കാണാനായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം തെങ്ങിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ തലമുടിയൊക്കെ ആ തെങ്ങിൻ്റെ വേരുകളൊക്കെയാണ്. അടിപൊളിയാണ് അവിടെ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നന്നായിട്ട് ഫിസ്മോനായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു അവിടെ. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളാണ് ഇത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അധികം ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. കടൽ തീരവും അതിനോട് ചേർന്നുള്ള പാറക്കല്ലുകളുമെല്ലാം ഇവിടെ വളരെ സുന്ദരമായ കാഴ്ചകളാണ്. നമുക്ക് കടലിലേക്ക് ഇറങ്ങാനും ഉള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പാറക്കല്ലുകളെല്ലാം മിക്കവയിലും കളറെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അവിടം. ഞാൻ ചെന്ന സമയത്ത് ഇവിടെ തിരക്ക് വളരെ കുറവായിരുന്നു. വളരെ ശാന്തമായിരുന്നു. നമുക്ക് നന്നായിട്ട് ബീച്ചുമെല്ലാം ആസ്വദിക്കാൻ കഴിഞ്ഞു. കടലിൽ നിന്ന് വഞ്ചിക്കാരുമായി എത്തിയിട്ടുണ്ട്. ഇനി ഈ വഞ്ചി കരയിലേക്ക് അടുപ്പിക്കുന്നതും ഈ വലയിൽ നിന്ന് മീനുകൾ എടുക്കുന്നതും എല്ലാം നമുക്കിനി കാണാം. ചാള മേടിക്കേണ്ടവരൊക്കെ വേണ്ട. ജീവനുള്ള മീനുണ്ടോ? അത്ര കൂടെ
കഥാപാത്രം സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. കരിങ്കല്ലിനിടയിലൂടെ ഈ സൂര്യനെ കാണാൻ വളരെ ഭംഗിയാണ്. അത് ശരിക്കും അവിടെ ചെന്ന് തന്നെ ആസ്വദിക്കണം. ഫിസുമോൻ കളിക്കാനുള്ള ടോയ്സൊക്കെ ആയിട്ടാണ് ബീച്ചിലെത്തിയത്. അവൻ്റെ കളികളെല്ലാം അവൻ സ്റ്റാർട്ട് ചെയ്തു. കുറേ നേരം അവൻ അവിടെ കളിച്ചു. എൻ്റെ കൂടെ എൻ്റെ സിസ്റ്ററും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയം കത്തി വെച്ചിരുന്നു. കുറേ സംസാരിച്ചു. പിന്നെ ഫിസുമോന് കളിക്കാനായിട്ട് പോയി. അവിടെ സ്ലൈഡും സ്വിങ്സും ഒക്കെ ഉണ്ട്. അവൻ എല്ലാത്തിലും കയറി നന്നായി കളിച്ചു. ഇരുട്ടുന്നത് വരെ അവൻ്റെ കളി തന്നെയായിരുന്നു. അവിടെ നിന്ന് പോരാൻ അവനക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. താങ്ക്സ് ഫോർ